எവിടെ? உள்ளே இருக்காங்க சார். எந்தாய்? அந்த பொண்ணுக்கு எதுவும் தெரியல சார். அப்பா இருக்கிறாருல, இன்னைக்கு ஈவினிங்குள்ள ஃபைல் கிடைச்சிடும் சார். நீங்க கவலைப்பட வேணாம். என்ன അറിയോ? പോലീസാ. എനിക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ നിന്നെ വിടും. എനിക്കറിയില്ല, നിങ്ങൾക്ക് ആള് മാറിയതാ. ഞാൻ ഇന്ന് ഈ നിലയിലെത്താൻ ഒരുപാട് കളി കളിച്ചിട്ടുണ്ട്. എൻ്റെ പേരിൽ കേസുണ്ടായിട്ടുണ്ട്. സർവീസിൽ നിന്ന് എന്നെ പിരിച്ചുവിട്ടിട്ടുണ്ട്. കുറെ പാടുപെട്ടാവുന്ന തിരിച്ചു കയറിയത്. ഇനി ഒരു വീഴ്ച വീണാൽ ചിലപ്പോൾ എണീക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചത്തുപോയ വക്കീല്, നിന്റെ അപ്പന്റെ ഫ്രണ്ട്, പുള്ളി നിങ്ങളുടെ തന്ന ഫയൽ എവിടെ? അങ്ങനെയൊന്നും അങ്കിള് തന്നിട്ടില്ല. ഇതെന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങാ. എന്നെ വിടൂ പ്ലീസ്. പക്ഷെ ആ വക്കീല് ചാകുന്നതിന് മുമ്പ് അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അത് നിങ്ങളുടെ കയ്യിൽ തന്നെന്നാണല്ലോ. അതുകൊണ്ട് മോളൊന്ന് ആലോചിക്ക്. ഓക്കെ? അപ്പോഴേക്കും നിന്റെ തന്തപ്പടിക്ക് എന്തെങ്കിലും അറിയാമെന്ന് ഞാൻ ഒന്ന് ചോദിക്കട്ടെ. അയാളെവിടെ? கீழே இருக்கு சார். ആ, രണ്ടാളും കൂടി ഒരു സ്ഥലത്ത് വേണ്ട. சரி சார். ഇവളെ ഇവിടെ നിന്ന് മാറ്റിക്കോ. சரி சார். എടാ, നിനക്ക് സ്ഥലം മനസ്സിലായില്ല? കോളനി ചെന്നിട്ട് ഫസ്റ്റ് ലെഫ്റ്റ്. എടാ, പിന്നെ ആളിനെ കുറിച്ച് അന്വേഷിക്കണ സൂക്ഷിച്ചു വേണം. കുറച്ച് റോങ് സ്ഥലമാണ് കേട്ടാ. നീ എത്തിയാ? നീ അവിടെ എത്തി? ആണാ, നീ നൈസായിട്ടൊന്ന് അന്വേഷിച്ച് നോക്ക്. നോക്കട്ടെ, ഞാൻ വിളിക്കാം. ആ പെണ്ണിന്റെ കൂടെ ഒരു ചെറുക്കനുണ്ട്, സൂക്ഷിച്ചോണം. ശരി. அதுவா? ஏய், என்னடா
எப்பா டேய் வேணடா சாமி வேணடா உள்ளடா உள்ளடா உள்ள போடா போடா சாமி ஐயோ ஐயோ അങ്കിൾ അങ്കിളെ ടോം ദിയ എവിടെ? ദിയ അറിയില്ല. നീ സ്റ്റിക്കിങ് എടുക്ക. சார் சொல்லுங்க சார் வேணாம் சார் சார் வலிக்குது சார் தியா எവിടെ? சார் 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 அந்த ஏசிபி வந்து கூட்டு போயிட்டார் சார் പാർക്കടാ. ആരാ അവന്മാര്? നിങ്ങളെന്തിനാ പിടിച്ചു വെച്ചേ? അത് ആ ഫയലാണ് അവർക്ക് വേണ്ടത്. അത് വണ്ടിയിൽ തന്നെ ഇരിക്കുക. ഞാനത് എടുക്കാൻ മറന്നു. വണ്ടി എവിടെയാന്ന് ടോമിനല്ലേ അറിയൂ. പിന്നെ ഏതോ ഒരു സ്റ്റീഫൻ്റെ വർക്ക്ഷോപ്പ് എന്ന് മോള് പറഞ്ഞൊരു ഓർമ്മ. അത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. പിന്നെ അത് കിട്ടിയെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ അവരെൻ്റെ മോളെ വിടൂ. ആ ഫയൽ അവരുടെ കൈ കിട്ടിയാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ ACP ഏതോ ഒരു മൈനർ പെൺകുട്ടിയെ, അയാൾക്കെതിരെയുള്ള എന്തോ ഒരു മെഡിക്കൽ പ്രൂഫാണ് ആ ഫയൽ. അഡ്വക്കേറ്റ് ദാസിൻ്റെ ഫ്യൂണറലിന് പോയപ്പോൾ ദാസിൻ്റെ ജൂനിയർ വക്കീൽ പറഞ്ഞതാ. അത് അയാൾക്ക് കിട്ടിയ അയാൾ സേഫ് ആകുന്നു. എന്തായി? നീ ഞങ്ങൾ എൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യും. ഞാൻ അപ്പനോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. നീ ആ സ്റ്റീഫിനെ വിളിച്ച? ആ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ ബാഗ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നീ അങ്ങോട്ട് ചെന്നാൽ മതി. ഓക്കെ. ഓ ടോം, അങ്കിൾ ധൈര്യമായിട്ടിരിക്കും. ഞാൻ ദിയയും കൊണ്ട് തിരിച്ചു വരും.